അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ പരിപാടി? നീ ചാന്ത് പൊട്ടിനെയും കൂടെ കൊണ്ട് നടന്നപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയതാ. നീ വാടി മോളെ, കോളേജിലോട്ട് വാ. ഫിറോസ് ഫിറോസ് പ്ലീസ്, ദയവ് ചെയ്തത് ആരോടും പറയരുത്, പ്രത്യേകിച്ച് നമ്മുടെ ഗ്യാങ്ങിനോട് പ്ലീസ്. അങ്ങനെ വഴിക്ക് വാ. ഓക്കെ ഓക്കെ, ഞാൻ ആരോടും പറയില്ല. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഞങ്ങൾ പറയുന്ന പോലെ അനുസരിക്കണം. അതൊന്നും പറ്റില്ല. ആകെ നീ മിണ്ടാതിരി. ഫിറോസ് നീ പറ, നിങ്ങൾ പറയണ ഏത് കണ്ടീഷനും ഞങ്ങൾ അനുസരിക്കാം. ഉറപ്പാണോ? ഉറപ്പാ. ദേ ഇവന് നമ്മുടെ രൂപേഷിന് നാൻസിയോടൊരു ഇഷ്ടമെന്ന് വെച്ചാൽ കുറച്ച് വലിയ ഇഷ്ടമാണെന്ന് വെച്ചോ. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നല്ല, എങ്ങനെയും രൂപേഷും നാൻസിയും തമ്മിൽ അടിക്കണം. അല്ല, തമ്മിൽ അടുക്കണം എന്ന് വെച്ചാൽ നാൻസി രൂപേഷിനെ ശരിക്കും അങ്ങ് ഇഷ്ടപ്പെടണം. ഇത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചു വല്ല ആനച്ചക്ക കാര്യമാണെന്ന്. അല്ലേലും അവൾ എവിടെയെങ്കിലും ഒന്ന് കുറുക്കണമെന്ന് ഞാൻ കുറേ കാലമായിട്ട് ആലോചിക്കാം. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കാം, രൂപേഷിന് ഇത് അവളോട് നേരിട്ട് പറഞ്ഞാൽ പോരെ? അതിപ്പോ അങ്ങനെ പറഞ്ഞ ചിലപ്പോ ഒറ്റയടിക്ക് നാൻസി നോ പറഞ്ഞാലോ? അത് ഇവന് സഹിക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ച് വളരെ നാച്ചുറൽ ആയിട്ട് വേണം അടുക്കാൻ. അതിന് ആകിയുടെ ഹെൽപ്പ് ഞങ്ങൾക്ക് വേണം.